വലിയൊരു നഷ്ടം തന്നെയാണുള്ളത്. വലിയ ഉയരങ്ങളിലെത്തിയ ഒരു ഗായിക, പ്രത്യേകിച്ച് ശബ്ദം കൊണ്ട് തന്നെ ആ ഒരു ജീവിത ശൈലി ആയാലും വളരെ ലളിതകരമായ ജീവിത രീതികളൊക്കെ പിന്തുടരുന്ന ഒരു ഗായികയാണ് ജാനകി അമ്മ. ശബ്ദം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഗായിക കൂടിയാണ്. ഇന്ത്യയുടെ വാനമ്പാടിയാണ് ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. 19 വയസ്സുള്ളപ്പോൾ വിധീൻ വിളയാട്ട്, അതായത് 1957 വിധീൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ജാനകി അമ്മ തൻ്റെ ഗായിക ജീവിതമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അതേ വർഷം തന്നെ 6 ഭാഷകളിലായി, വ്യത്യസ്ത ഭാഷകളിലായി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 6 പതിറ്റാണ്ടിലേറെ ആ ഒരു കരിയർ നീണ്ടുന്നു. ഒരു കാലഘട്ടത്തെ മുഴുവൻ കൊണ്ടുപോയിരുന്ന ഒരു ശബ്ദത്തിനുടമയായിരുന്നു ജാനകി അമ്മ. ഇപ്പോഴാണ് അത്രയും വലിയൊരു നഷ്ടം. ആ ഒരു കാലഘട്ടം, എത്ര കാലഘട്ടം മാറി മാറി വന്നാലും ജാനകി അമ്മയുടെ പാട്ടുകൾക്ക് മരണമില്ല. ഇപ്പോഴും ആ പാട്ടുകൾ ആസ്വദിക്കുന്നവർ, ഈ ഒരു തലമുറയിൽപ്പെട്ടവരും ഈ ഒരു ജാനകി അമ്മയുടെ ഗാനങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൽ 2018 മന്നാടി എന്നൊരു തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് വീണ്ടും ഒരു തിരിച്ചുവരവൊക്കെ നടത്തിയിരുന്നു. അതിനിടയ്ക്ക് ചെറിയൊരു വിരമിക്കലൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു തീരാ നഷ്ടമാണ് ഈ ഒരു ഗായക ലോകത്തിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ജാനകി അമ്മ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 88 വയസ്സായിരുന്നു. മൈസൂരിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യമുണ്ടായത്. നമുക്കിപ്പം ഗായിക മൃദുല വാര്യർ ചേരുന്നുണ്ട്. മൃദുല, എന്തായാലും ഒരു ഗായിക എന്ന നിലയിൽ ഒരു ഗുരുസ്ഥാനത്താണ് ജാനകി അമ്മയെ കാണുന്നത് എന്നറിയാം. അപ്പോൾ ഈ ജാനകി അമ്മയുടെ ഈ ഒരു വിടവാങ്ങൽ, അതുല്യ ഗായികയാണ്, ഈ ഒരു വിടവാങ്ങൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മലയാള ലോക സംഗീതത്തിന് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ജാനകി അമ്മയുടെ ശബ്ദത്തിലൂടെ ജാനകി അമ്മ എന്നും നമ്മളിൽ എക്കാലവും ജീവിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയ്ക്കും നല്ല പാട്ടുകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു കോഴിക്കോട്ടുകാരി എന്ന നിലയിൽ ബാബുക്കയുടെ പാട്ടുകൾ കൂടുതൽ കേൾക്കുക എന്നുള്ളത് പൊതുവെ കോഴിക്കോട്ടുകാരുടെ ഒരു ശീലമാണ്. അപ്പം അതിൽ ജാനകി അമ്മയുടെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. തളിരിട്ട കിനാക്കൾ, പൊട്ടിത്തകർന്ന, ഈറനൊടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന, സൂര്യകാന്തി, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ, ഇരു കണ്ണീർ തുള്ളികൾ, പല അധികം പോപ്പുലർ അല്ലാത്ത പാട്ട് വരെ എനിക്ക് പണ്ട് കാസറ്റ് ആയിരുന്നല്ലോ, അങ്ങനെ കാസറ്റിലാക്കി അച്ഛൻ തരുമായിരുന്നു. അപ്പൊ ഞാനങ്ങനെ ആ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഭാവം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളത് ജാനകി അമ്മയുടെ പാട്ടുകൾ കേട്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്കും ഓരോ പാട്ടുകളും ഓരോ ലെസൺസ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജാനകി അമ്മ ഭാവം ഉൾക്കൊണ്ട് പാടുന്നത്. നമുക്കൊരിക്കലും അതിലൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുകയില്ല. കാരണം നമ്മൾ വേണമെന്ന് വെച്ചിട്ടൊരു ഭാവം കൊടുക്കുന്നതല്ലാതെ നമ്മൾ ഉള്ളിന്ന് വരിക എന്ന് പറയില്ലേ, ഹൃദയത്തിൽ നിന്നും വരുന്ന പാട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ജാനകി അമ്മയുടെ പാട്ടായിരിക്കും. എൻ പൂവേ പൊൻപൂവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് രാജാ സാറിന്റെ. ആ പാട്ട്, അതിൽ പല വരികളും നമുക്ക് ആ സിറ്റുവേഷൻ ഓർമ്മയുള്ളവർക്ക് അറിയാം. അത്രയും വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് വരുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ ആ ഒരു പെയിൻ ജാനകി അമ്മയുടെ അടുത്ത് അന്ന് റെക്കോർഡിങ്ങിന്റെ സമയത്ത് ചിലപ്പം സിറ്റുവേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഉൾക്കൊണ്ട് ശബ്ദത്തിലൂടെ ആ ഒരു ഭാവം വരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ മൂവി കാണുന്ന സമയത്ത് ആ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് അത്ര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ആ പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകൾ ഞാനിങ്ങനെ കേട്ട് എങ്ങനെയാണ് ഭാവം ജാനകിയമ്മ ഓരോ വരിക്കും കൊടുക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ജാനകിയമ്മ പിന്നെ ലതാജി ഒക്കെ പാട്ടുകളാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എത്ര പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്കും ഞാൻ ജാനകിയമ്മയുടെ, ഞാൻ മാത്രമല്ല എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകാരും മാനസഗുരുവാക്കി എടുത്തിട്ടുള്ള ഒരു ഗായിക കൂടിയാണ്. പിന്നെ ജാനകിയമ്മയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല ജാനകിയമ്മ. എന്നിട്ട് പോലും
ഒരു കന്നഡ സോങ് ഉണ്ട്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. അതിലെ സ്വരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ് അത് പഠിച്ചു പാടാൻ. എന്നിട്ടും ജാനകിയമ്മ വളരെ ഈസി ആയിട്ടത്, അന്നൊക്കെ ലൈവ് റെക്കോർഡിങ്ങും കൂടിയാണ്, അപ്പം എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉണ്ടാവും, ഒപ്പം വോയിസും ഉണ്ടാവും. അപ്പം ഒരുമിച്ചാണ് റെക്കോർഡിങ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ആദ്യം മുതൽ റെക്കോർഡിംഗ് ആണ്. അങ്ങനെ ഒരു റെക്കോർഡിംഗ്, എന്താ പറയാ, ആ ഒരു മെത്തേഡില് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ട് പാടി എടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയും ഇത്രയും ഒരു ലെജൻഡറി സിംഗർക്കേ പറ്റുള്ളൂ. അതൊരു സത്യമാണ്. എന്തായാലും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക് ഒരു കാര്യം അഭിമാനിക്കാം. മലയാളികൾക്ക് പ്രത്യേകിച്ച്, അന്യഭാഷാക്കാരിയാണെങ്കിൽ പോലും ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ജാനകിയമ്മ. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതാണ്. ആസ് എ സിംഗർ എനിക്കതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുകയാണ്. ജാനകിയമ്മയുടെ പാട്ടുകൾ കുറെ അറിയാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു, അത് മനസ്സിരുത്തി പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് പോലും, മാനസ ഗുരുവാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് പോലും ഞാൻ വളരെ എന്താ പറയാ, അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ദൈവത്തോടും നന്ദി പറയുന്നു. അതെ, ജാനകിയമ്മയുടെ ശബ്ദമാണ് മനസ്സിനെ സ്പർശിക്കുന്ന ഒരാളുടെ മനസ്സിനെ സ്പർശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഗാനം. ആ ഒരു ശബ്ദത്തിലൂടെ ജാനകിയമ്മ എപ്പോഴും അത് തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണമുഖിലെ ചില ശോക ഗാനങ്ങളൊക്കെ എപ്പോഴും മനസ്സിനെ ഈറനണിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ണിനെ ഈറനണിയിക്കുന്ന രീതിയിലുള്ള ശബ്ദത്തിലൂടെയാണ് ജാനകിയമ്മ എപ്പോഴും പ്രത്യേകതയുള്ളത്. എപ്പോഴെങ്കിലും ജാനകിയമ്മയ്ക്കൊപ്പം ഒരു വേദി പങ്കിടാനൊരു അവസരം എപ്പോഴെങ്കിലും ഒക്കെ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും ആദ്യം ജാനകിയമ്മയുടെ മുമ്പിൽ പാടുന്നത് അന്ന് കോഴിക്കോട് ബാബുരാജ് മ്യൂസിക് മെമ്മോറിയൽ നടത്തുന്ന ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതില് ഒരു കോമ്പറ്റീഷന്റെ ഫൈനൽ റൗണ്ടിലെത്തി എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാനകിയമ്മയും ദാസാറും ഒക്കെ ആയിരുന്നു അതില് ഫൈനലില് ജഡ്ജസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു, അന്ന് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോ സൂര്യകാന്തിയാണ് ഞാൻ പാടിയിട്ടുള്ളത്. അപ്പൊ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. പിന്നീടും എനിക്ക് ജാനകിയമ്മയുടെ മുമ്പിൽ പാടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ലൈവ് കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. എന്തായാലും വിഖ്യാത ഗായിക എസ് ജാനകി വിട വാങ്ങിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഗായിക മൃദുലയാണ് ജാനകി അമ്മയുമായി ഒപ്പമുള്ള ചില ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്. 88 വയസ്സായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷകളിലായി 40,000-ലേറെ ഗാനങ്ങൾ പാടിയ അപൂർവ ഗായികയാണ് നമ്മളെ വിട വാങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയൊരു തീരാനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 1957 മുതൽ തുടങ്ങിയ ആ ഒരു കരിയർ ഇപ്പോൾ ഈ ഒരു വിടവാങ്ങൽ നിമിഷത്തിലും ഇപ്പോഴും ആ ഒരു സ്വരത്തിനൊരു മാറ്റവുമില്ല. ഇപ്പോഴും ആ ഒരു ഗാനങ്ങളെല്ലാം എല്ലാ തലമുറയും ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ജാനകിയമ്മ എന്ന ഗായിക എന്താണ് നമുക്ക് നൽകിയത് എന്നതിൽ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ തൊടുന്ന രീതിയിലുള്ള ഗാനങ്ങളാണ് ജാനകിയമ്മയുടെ ശബ്ദം നമുക്ക് സമ്മാനിക്കുന്നത്. അത് ശോക ഗാനങ്ങളാണെങ്കിൽ പോലും എപ്പോഴും കണ്ണിനെ ഈറനണിയിക്കുന്ന രീതിയിലുള്ള ശബ്ദത്തിലൂടെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞുകൊണ്ട് തന്നെ, അതിന് കൊടുക്കേണ്ട എല്ലാ ഭാവങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗാനം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള ഗാനമാണെങ്കിൽ പോലും അതിന് അതിൻ്റേതായ ഭാവങ്ങളെല്ലാം കൊടുക്കാൻ ജാനകിയമ്മയുടെ ശബ്ദത്തിന് അന്നും ഇന്നും സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ജാനകിയമ്മയെ എപ്പോഴും വ്യത്യസ്തയാക്കി മാറ്റിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു സ്വരം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്, നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ് ജാനകിയമ്മ. അതോടൊപ്പം ഗായിക എന്നതിലുപരി അഭിനേത്രി കൂടി ആയിരുന്നു എന്നതാണ്. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ അഭിനയ ജീവിതത്തിലേക്കും ജാനകിയമ്മ കടന്നിട്ടുണ്ട് എന്നതും ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ആ ഒരു സ്വരം നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു, ആ ഒരു സ്വരം നിലച്ചിരിക്കുന്നു. വിഖ്യാത പിന്നണി ഗായിക എസ് ജാനകിയാണ് ഇവിടെ